ടേസ്റ്റ് ഓഫ് ലവിൽ ഇനിയും ചക്കയുടെ സീസൺ ആയി അല്ലേ. അപ്പം അതുകൊണ്ട് ചക്കയുടെ ഓരോ വിഭവങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് ഫസ്റ്റായിട്ട് ഇടുന്നത് ചക്ക കൊണ്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലെ ഞങ്ങൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കണേ. ഇന്ന് ചക്കയവിയൽ ഉണ്ടാക്കാം. ചക്കയവിയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൽച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ അവിയലൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൽച്ചട്ടിയാണ്. കൽച്ചട്ടിയിൽ വെക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവിയൽ വെക്കുമ്പോൾ നമുക്ക് വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ചക്കയുടെ സീസൺ ടൈമൊക്കെ ആകുമ്പോഴേ നമുക്ക് ചക്കയൊക്കെ കിട്ടുള്ളൂല്ലോ. അപ്പോൾ എന്നാൽ എനിക്കൊരു ചക്ക കിട്ടി, ഒരു ചക്കയുടെ പകുതി കിട്ടി. അപ്പോൾ എന്നാൽ ഓർത്ത് ഒരു അവിയൽ വെച്ചേക്കാം എന്ന്. അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു അവിയലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പം ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് 4-5 ചുള ചക്കയുടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ചക്കയുടെ തന്നെ കൂനിയാണ്. ചക്ക ആ ചുള ഇരിക്കുന്നത് കൂനിയിലാണല്ലോ, അപ്പോൾ കൂനിയുടെ അടിയിലാണല്ലോ. ആ കൂനിയാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പടവലങ്ങ, അതുപോലെ വെള്ളരിക്ക, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ചക്ക മടലാണ്. ചക്ക മടലിൻ്റെ ചെത്തിയെടുത്ത് ചുള മാറ്റിയതിന് ശേഷം ആ ചകണി ഉള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് ആ മടലിൽ നിന്ന് എടുത്തിരിക്കുന്നതാണിത്. പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ കഷ്ണത്തിൻ്റെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അടുത്ത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരുവാണ്, ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഉപയോഗിക്കുക. എനിക്ക് മാങ്ങ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു പച്ചത്തക്കാളി എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുത്ത് പുളിയുള്ളതാണല്ലോ, എന്നാൽ ഇത് ഉപയോഗിക്കാമെന്ന്. അപ്പം പച്ചത്തക്കാളി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തൈരും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പുളിയുള്ള തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജീരകം. ഇത് ജീരകമാണ്. അപ്പോൾ ഇത് തൈരിൻ്റെയാണ് എടുത്ത് വെച്ച് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി മുരിങ്ങയ്ക്ക ഉള്ളവർ മുരിങ്ങയ്ക്കയും കൂടെ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുരിങ്ങയ്ക്ക ഇല്ലാത്തത് കൊണ്ടാണ്, എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ മുരിങ്ങയ്ക്ക ഉപയോഗിക്കാത്തത്. ഒരു മുരിങ്ങയ്ക്കയും കോലും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം തേങ്ങ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞളും മുളകും ജീരകവും ഒരു കുഞ്ഞുള്ളിയും കൂടെ വെച്ച് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അപ്പം ചക്കയവിയലിനാകുമ്പോൾ ഒരു ഉള്ളിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ജീരകം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കുറച്ച് മാത്രം ജീരകം ചേർക്കുക. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുമ്പിലേക്ക് പോകും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ജീരകം ചേർക്കുക. അപ്പം ഞാൻ ഗ്യാസിൽ കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം അടിയിൽ കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുക. അതുകൊണ്ടാണ് വെച്ചു. ചൂടായിട്ടുണ്ട്. അപ്പോൾ അടിയിലേക്ക് ഞാൻ അടി പിടിക്കാതിരിക്കാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പം കണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാവും. കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ ചൂട് നിൽക്കുകയും ചെയ്യും, കുറേ നേരം പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. അപ്പം എന്തെങ്കിലും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചു. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വേവ് കൂടുതലുള്ള കഷ്ണങ്ങളാണ് അടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യം ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. ക്യാരറ്റ് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. കാരണം ക്യാരറ്റിന് ഇച്ചിരി വേവുള്ളതാണല്ലോ, അതുകൊണ്ട് ക്യാരറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചക്കക്കുരുവാണ്. ചക്കക്കുരു ഈ ചക്കയുടെ തന്നെ കുരുവാണ്. അപ്പം ഞാൻ ആ മുകളിലുള്ള ബ്രൗൺ കളർ തൊലി നിർത്തിക്കൊണ്ടാണ്, മറ്റേ മുകളിൽ ഉള്ള ബ്രൗൺ കളർ ആ തൊലി കളയണ്ട കേട്ടോ, ഇത് കളയരുത്. മുകളിലുള്ള അല്ലാത്ത ഇത് മാത്രം കളയുക. അത് ഗ്യാസ് ഒന്നും ഉണ്ടാകാതിരിക്കുന്നിടത്തേക്ക് നല്ലതാണ്, അതിന് ഗുണങ്ങളേറെയുള്ളതാണ്. അതുകൊണ്ട് അത് കളയരുത്. പിന്നെ ഇനി ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പടവലങ്ങയും പിന്നെ ചക്കയുടെ മടലിൻ്റെ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വഴുതനങ്ങയും
എല്ലാം ഇനി നമുക്ക് വേകാനുള്ള എളുപ്പം വേകുന്ന കഷ്ണങ്ങളാണ് ബാക്കിയെല്ലാം. അപ്പോൾ അതൊക്കെ കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. അപ്പം അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് വെള്ളരിക്ക ഇട്ടു. ഇനി അവസാനം നമുക്ക് ചക്കച്ചുളയിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഒരു പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തു. ചക്കച്ചുളയും ചേർത്ത് കൊടുത്തു. പുളിയുള്ള സാധനം ഇപ്പം ചേർക്കരുത്. മാങ്ങയാണെങ്കിലും പുളിയാണെങ്കിലും ഇപ്പം ചേർക്കരുത്. ഇത് വെന്തതിന് ശേഷം വേണം നമുക്ക് പുളിയുള്ളത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയും ഉപ്പ് ചേർക്കുകയാണ്. ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം അധികം ചേർക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഈ ഒരു സ്പൂണിൽ ഇത്രയും മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുകയാണ്. പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു തുള്ളി ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ തേങ്ങ ചതച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചേ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കല്ല, അടിയിൽ കിടക്കുന്ന കഷ്ണമൊന്നും വേകാൻ പാടില്ല. കാരണം ഈ പടവലങ്ങയിൽ നിന്നും വെള്ളരിക്കയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒത്തിരി വെള്ളം കോരി ഒഴിക്കണ്ട. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കാം. കറിവേപ്പിലയുടെ ഒരു തണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തല്ലോ ഓൾറെഡി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇത്രയും വെള്ളം കണ്ടോ, ഈ കല്ലുചട്ടിയുടെ അടിയിൽ ഒരു കാൽഭാഗത്തിന് മാത്രമേ വെള്ളമുള്ളൂ. അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം പടവലങ്ങയിലെയൊക്കെ വെള്ളം വെള്ളരിക്കയിലെയും ഒക്കെ ഇതിനകത്ത് ഇറങ്ങും. അപ്പോൾ ഈ ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് വരും. ഒത്തിരി ആയാലും കൊള്ളൂല. അതുകൊണ്ടാണ് വളരെ കുറച്ച് അടിക്ക് ഒന്ന് വെന്ത് കിട്ടാൻ, അടിയിൽ കിടക്കുന്ന കഷ്ണം വെന്ത് കിട്ടാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു കാൽഭാഗം അത്രയേ ഉള്ളൂ, അടിയിൽ കിടക്കുന്നു അത്രയേ ഉള്ളേ. അപ്പം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചത് ഈ ഒരു പരുവമായിട്ടുണ്ട്. ആ പടവലങ്ങയിലെയും വെള്ളരിക്കയിലെയും ഒക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ചക്കക്കുരു അടിയിൽ കിടക്കുന്നത് വേകണം. നമ്മൾ അതൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്ക് കാരണം പുളി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചക്കക്കുരു ഒക്കെ വേകാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പം കഷ്ണം വേകാൻ താമസം വരും. അതുകൊണ്ട് നമുക്ക് ആ ചക്കക്കുരു ഒക്കെ ഒന്ന് വെന്ത് ഇതുമായിട്ടൊന്ന് യോജിക്കണം. അത് ഒത്തിരി ഇട്ട് ഇളക്കുകയും ചെയ്യില്ല, പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അഥവാ ഇനി ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അടി ചേർത്ത് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. അപ്പം ഇപ്പം ഇതൊന്ന് അമങ്ങിയിട്ടുണ്ട്. ഇനി ആ ചക്കക്കുരുവും കൂടി ഒന്ന് നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ പുളിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ചക്കക്കുരു എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആ ഇളക്കുന്ന ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു വരും. അപ്പം അതാണ് നമ്മുടെ പരുവം നോക്കുന്നത്. അപ്പം ചക്കക്കുരു ഇവിടെ നമ്മുടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പുളിയുടെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് പച്ചമാങ്ങ ഉള്ളൊരു പച്ചമാങ്ങ ചേർക്കുക. എനിക്കിവിടെ പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഒരു പച്ചത്തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ളൊരു പച്ചത്തക്കാളി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കുക ഇതുമായിട്ട്. ഇച്ചിരി പുളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ചക്കയ്ക്ക് അവിയലിന് എപ്പോഴും പച്ചമാങ്ങയിടുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം ഒരു പച്ചത്തക്കാളി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചത്തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പം ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുളി നോക്കണം. പുളി ഉപ്പും ഒക്കെ പാകമാണെന്ന് നിങ്ങൾക്ക് നോക്കുക. അപ്പം ഇനി വേണം എന്നുള്ളവർ, കുറച്ചുകൂടി വേണം എന്നുള്ളവർ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി പുളി ഇതുപോലെ പുളി ഇച്ചിരി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഇനി തൈര് ഇല്ലാത്തവർ പുളി പിഴിഞ്ഞൊഴിക്കുക. ഓക്കെ, വാളംപുളി ചൂടുവെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ് അത് ഒഴിച്ചാലും മതി. ഇനി ഇവിടെ ഇപ്പം ഞാൻ പച്ചത്തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള പുളി കിട്ടും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പം ഇതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഒത്തിരി കട്ടയല്ല തൈര്, അപ്പോൾ അത് കാരണം ഇച്ചിരി നിങ്ങൾ കട്ട തൈര് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇച്ചിരി പുളിയുള്ള തൈര് തന്നെയാണ് എപ്പോഴും നല്ലത്.
ചക്കയവിയലിന് ഇച്ചിരി പുളിയൊക്കെ വേണമെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും നോക്കുക. ഇച്ചിരി മുന്നോട്ടാണെങ്കിലും, കാരണം ഇനി അരപ്പും കൂടെ ചേർക്കാനുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയും കൂടെ വരുമ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. ഇപ്പം ഞാനിവിടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഈ പുളിക്ക് വേണ്ടിയിട്ടുള്ള, കാരണം ഉപ്പ് ഞാൻ ഓൾറെഡി ആദ്യം ചേർത്തിരുന്നു. ഇത് വളരെ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഈ സമയത്ത് നോക്കുക, ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കുക. പാകമാണെന്നുണ്ടെങ്കിൽ വേറെ ഇനിയൊന്നും ചേർക്കണ്ട. ഞാനിപ്പോൾ ഇച്ചിരി തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തൈര് പുളിയുള്ള തൈര് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അപ്പം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സായി ഒന്ന് വെന്തെല്ലാം കഷ്ണങ്ങളിലൊന്നും പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത പുളിയെല്ലാം ഈ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി പച്ചത്തക്കാളിയും ഒന്ന് ഉടഞ്ഞു വന്ന് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും ഒരു കുഞ്ഞുള്ളിയും കൂടെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ വീട്ടിൽ അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ ഈ ചക്കയവിയലായപ്പോൾ ഒരു കുഞ്ഞുള്ളിയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ജീരകം ഇടുന്നതാണ്. ജീരകം പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ചക്ക കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ മുളക് പൊടിയും ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങയുടെ അരപ്പിലും കൂടെ മുളക് ചേർക്കുമ്പോൾ ചേർക്കാൻ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇവിടെ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതായത് ഞാൻ ഇത്രയും മുളകുമാണ് ഇതിന് ചേർത്തിരിക്കുന്നത്. ഇത്രയും മുളക് ഈ അരപ്പിന് ചേർത്തിട്ടുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടിയാണെങ്കിലും അരപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ജീരകമാണ് അടുത്ത ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ജീരകം നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജീരകം കൂടി പോയി കഴിഞ്ഞാൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കുറച്ച് മാത്രം ജീരകം, ഇത്രയും ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മളുടെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുമായിട്ട് യോജിപ്പിക്കാം. നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് കേട്ടോ. തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മണമുണ്ട്. ചക്കയവിയൽ വന്ന് കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, ചക്കയുടെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് തേങ്ങ ചേർത്ത് അരപ്പെല്ലാം യോജിപ്പിച്ച് കൊടുത്തു. ഇങ്ങനെയല്ല ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജീരകം ചേർക്കുന്നതും എരിവിൻ്റെ കാര്യവുമാണ് ശ്രദ്ധിക്കുക. അപ്പം ബാക്കി നമുക്ക് പുളി ഇച്ചിരി മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല. കാരണം ചക്കയുടെ ഇതിനൊക്കെ പുളിയൊക്കെ ഒന്ന് വേണം, പുളിയും ഉപ്പും ഒക്കെ ഇച്ചിരി വേണം. അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ ഒത്തിരി ഉപ്പ് വാരിക്കൊരു ഇടല്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ അരപ്പും ചേർത്ത് കൊടുത്തു. ഇപ്പം കണ്ട ആ വെള്ളം ഉണ്ടായിരുന്നു നോക്കി ഇതുമായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വലിഞ്ഞോളും, കാരണം കൽച്ചട്ടിയിലാണ് ഇരിക്കുന്നത് സാധനം. ഒന്നുകൂടി ഒന്ന് ചൂടാകുക, അത് മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലേ അടിയിൽ പിടിക്കാതിരിക്കാൻ. അതുകൊണ്ട് അത് കുറച്ച് മാത്രം ഒന്ന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ അവിയലും ചേർക്കുന്ന പോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ കൽച്ചട്ടിയിലായതുകൊണ്ട് ഞാനിനി ഗ്യാസ് ഓഫാക്കുകയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും, ചൂട് കൽച്ചട്ടിയിൽ നിൽക്കും ഒത്തിരി നേരം. അതുകൊണ്ട് അത് ഞാൻ ഗ്യാസ് ഇപ്പോൾ ഓഫാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. നിങ്ങൾ അതനുസരിച്ചിട്ട് ചെയ്യുക. വലിയുന്നതനുസരിച്ച് നിങ്ങൾ വെക്കുന്ന പാത്രത്തിൻ്റെ ഭാഗവും ചൂടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക, ഇതനുസരിച്ച് ഉണ്ടാക്കുക. അപ്പം ഞാൻ ഇത് ഓഫാക്കുകയാണ്. ഇനി ഇത് ഇവിടെ ഇരുന്ന് വലിഞ്ഞോളും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏത് കൂട്ടാൻ ഉണ്ടാക്കിയാലും ആ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് നേരം വെക്കുക. എന്നിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം ഉപയോഗിക്കാൻ എടുക്കുക.
കാരണം അല്ലെങ്കിൽ പാത്രപാകം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണോ അതിൽ തന്നെ കുറച്ച് നേരം വെച്ച് ചൂടൊക്കെ ആറി സെറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ പകർന്നു വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഇവിടെ ഓഫാക്കുവാണ്. ഇനി ഇത് അവിടെ ഇരുന്ന് തിളച്ചോളും. കണ്ടോ, ഞാൻ ഗ്യാസ് ഓഫാക്കി എന്നിട്ടും കണ്ടോ തിളയ്ക്കുന്ന കണ്ടോ. അപ്പോൾ കാരണം കൽച്ചട്ടി ആയതുകൊണ്ട് അത്യാവശ്യം ചൂട് നിൽക്കും. കുറച്ച് നേരത്തേക്ക് ഈ ഒരു ചൂട് കാണും, അത് സെറ്റായി വന്നോളും. നമ്മളവിടെ അടച്ചു വെച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ചക്കയവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയവിയലാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.